ഗൈസ് സ്പ്ലെൻഡറിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് നമ്മൾ മാറിയിരിക്കുന്നത് മൊത്തം സെറ്റാണ് മാറിയിരിക്കുന്നത്. റോളോൻ്റെ സ്പ്രോക്കറ്റാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വന്ന് പഴയ കമ്പനി സ്പ്രോക്കറ്റാണ്. ആ ടീത്തിൻ്റെ ഡിഫറൻസ് കണ്ടോ, എത്ര രൂപ കൊടുത്താലും അത്ര രൂപകൾ മുതലാക്കിയിട്ടാണ് നമ്മൾ മാറിയിരിക്കുന്നത്. റോളോൻ്റെ സ്പ്രോക്കറ്റ് 600 രൂപയാണ് ഗൈസ്. യൂട്യൂബിലെല്ലാവരും നമ്മളത് മാറുന്നത് കണ്ടിട്ടാണ് ഞാനും എടുത്തത്. പക്ഷേ ഫ്രണ്ട് സ്പ്രോക്കറ്റിൽ ഒരു 2 ഇഷ്യൂ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അതിലെ ബോൾട്ട് 2 ബോൾട്ടുണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ലോക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതിലൊരു ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒടിഞ്ഞു പോയി. അപ്പോൾ അതൊരു മേജർ ഇഷ്യൂ ആയിട്ട് തോന്നി. വേറെ സ്റ്റക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ തന്നെ അത് മൂരി ഒന്ന് ഒടിഞ്ഞ ഭാഗം, അതുകൊണ്ട് വേറെ ഇഷ്യൂ ഇല്ല. പിന്നെ അതിൽ ബോൾട്ട് കയറുന്നത് തന്നെ ഒരു സ്ട്രൈറ്റ് ആയിട്ടല്ല കയറുന്നത്, ചെറിയൊരു ചെരിഞ്ഞാണ് കയറുന്നത്. അതൊരു പ്രശ്നമായിട്ട് തോന്നി. കാരണം അത് ഒരു ക്വാളിറ്റി ഒരു കുറവായിട്ട് തോന്നി. കാരണം സ്ട്രൈറ്റ് ഒന്നുമല്ല കയറുന്നത്. അങ്ങനെ ഇഷ്യൂ. പിന്നെ സ്പോക്കറ്റിൻ്റെ വില 600 രൂപയാണ്. അതുകൊണ്ട് ഞാൻ വലിയ കാര്യമാക്കാൻ പോലെ കമ്പനി സ്പോക്കറ്റ് എനിക്ക് തോന്നുന്നു കൈസ് 900-1000 രൂപയോളം വിലയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പിന്നെ അതിനെപ്പറ്റി നോക്കാൻ പോയില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മൈലേജ് കാ മാസ്റ്ററാണ് നമ്മൾ സ്പ്ലെൻഡർ, അറിയാലോ. അപ്പോൾ വണ്ടി ഇപ്പോൾ ഒരു ആക്രി കണ്ടീഷനായിട്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ടെസ്റ്റ് ഉടനെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിനു വേണ്ടി എന്തായാലും നല്ല രീതിയിൽ പണിയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഡിഫറൻറ്റ് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബൈ ഗൈസ്.